നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഡാമേജ് വന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന വൃക്ക രോഗമുണ്ട്, പക്ഷെ നമുക്ക് ചോദിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ഡയബറ്റീസ് ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, ഗ്ലോബൽ നെഫ്രൈറ്റിസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ സംശയം വരും എന്തുകൊണ്ടാണ് ഈ കിഡ്നിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാരക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് അത് ചോദിച്ചാലൊന്നും പിടി കിട്ടത്തില്ല. നമുക്ക് ബയോപ്സി ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെന്തോ വേറൊരു അസുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ടോക്സിൻസ് ഒരു വളരെ ഒരു കോമൺ തിങ് ആണ് ഈ കിഡ്നി വൃക്ക തകരാറ് വരുന്നത്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവത്തില്ല, അവർ പറയത്തുമില്ല. ടോക്സിൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ വരുന്നത്? ഈ ടോക്സിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം സാധാരണ നമ്മൾ കഴിക്കുന്ന ടോക്സിൻ ആകാം, പിന്നെ ചിലപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് വരുന്ന ടോക്സിൻ ആകാം, പിന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ചിലപ്പോൾ ടോക്സിൻസ് ഉണ്ടാവാം. അത് എൻഡോജിനസ് ടോക്സിൻസ് ആണ്. ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ടോക്സിൻസ്. അത് ഒന്നൊരു ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിന് മയോഗ്ലോബിനാണ് സാധാരണ ശരീരത്തിനുണ്ടാകുന്ന ടോക്സിൻ. അത് സാധാരണ അത് രക്തത്തിലോട്ട് വരത്തില്ല. ഈ ഹീമോഗ്ലോബിന് ബ്ലഡ് സെല്ലിനകത്ത്, റെഡ് ബ്ലഡ് സെൽസിനകത്താണ്. അതാണ് ഈ രക്തത്തിന് ചുമന്ന കളർ കൊണ്ടുവരുന്ന ഒരു പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. നോർമലി അത് സെൽസിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് പ്രശ്നമൊന്നും ചെയ്യത്തില്ല, അദ്ദേഹത്തിന്റെ ഗുണമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഈ ബ്ലഡ് സെല്ല് റപ്ചർ ചെയ്യുവാണെങ്കിൽ ഈ ഹീമോഗ്ലോബിന് ബ്ലഡ് സ്ട്രീമിലോട്ട് വരും. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ പിന്നെ ഈ ഹീമോഗ്ലോബിൻ വന്ന് വൃക്കയിലോട്ട് വന്ന് ഹീമോഗ്ലോബിൻ വരും. അപ്പോൾ മൂത്രത്തിൽ ചിലപ്പം ചുമന്ന കളറോ കറുപ്പ് നിറത്തിലൊക്കെ ആയിരിക്കും കളർ വരുന്നത്. അപ്പോൾ ഇത് വൃക്കയ്ക്ക് ഡാമേജ് വരുത്താം.